നമ്മൾ വന്നിട്ടുള്ളത് MC ആയിട്ടാണ്, MCV ആയിട്ടാണ്, MCVE ആയിട്ടാണ്. സോ എന്താണ് നമ്മുടെ MCRPയിൽ നടക്കുന്നത്? എല്ലാവരും എന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. എല്ലാവരും എനിക്കിട്ട് പണി തരാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയായിരിക്കും എന്താണെന്ന്. കാരണം നമ്മുടെ ലോസ്റ്റ് മാർക്കറിൻ്റെ റോഡ് ഞാൻ അടിച്ചു മാറ്റിയതിനാൽ എല്ലാവർക്കും എന്നോട് ശത്രുതയാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് എന്നെ ഇവിടെ ഒരു ജയിലിൽ പിടിച്ചിടും. എനിക്കിവിടെ ആരുടെ വീട്ടിലോട്ടും എൻട്രി എന്ന് പറയുന്ന സാധനമില്ല. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ തോറ്റു കൊടുത്താൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ കുറ്റവാളിന്ന് എല്ലാവരും നമ്മൾ സമ്മതിച്ചു എന്ന് വിചാരിക്കും. ഓക്കെ, പക്ഷേ ഞാൻ തോറ്റു കൊടുക്കില്ല. ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതൊന്നും അറിയാത്ത പോലെ തന്നെ നമ്മുടെ ലോസ്റ്റ് മാർക്കറിൻ്റെ വീട്ടിലൊരു ട്രോൾ കൊടുക്കാൻ വേണ്ടി പോവാണ്. സോ ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, ഡു നോട്ട് എൻ്റർ ടു ഹൗസോ അങ്ങനെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ എൻ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്യുമെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഇഫ് യു എൻ്റർ ഐ വിൽ അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ല എന്താ എഴുതിയിരിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്ന ട്രോളെന്ന് പറയുന്നത് അവൻ്റെ വീട് തന്നെ പൊട്ടിത്തെറിപ്പിച്ച് കളയുന്നൊരു ട്രോളാണ്. പക്ഷേ അതവൻ വെളിയിൽ നിന്ന് വരുമ്പം അവന് തോന്നണം അതല്ല ട്രോൾ, നമ്മൾ ഇവൻ്റെ വീട്ടിലെ ലൈറ്റ് മുഴുവൻ എടുത്തു മാറ്റിയതാണ് ട്രോളെന്ന് അവന് തോന്നണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഇവിടുത്തെ ലൈറ്റ് എല്ലാം എടുത്ത് മാറ്റാൻ വേണ്ടി പോകണം. ഓക്കെ, ഇവിടെ ഉണ്ട് ലൈറ്റ്. ഓക്കെ 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 എന്തായാലും നിങ്ങൾ പെട്ടെന്ന് ഈ ലൈറ്റ് ഒന്ന് എടുത്ത് മാറ്റുന്നത് കണ്ടിട്ട് വാ. ഓക്കെ, ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്കിനി ബോർഡ് എഴുതി വെക്കാം. ഇഫ് യു ആർ മാഡ് ഐ എം യുവർ ഡാഡ്. ഇഫ് യു ആർ ബാഡ് എന്നാണ്, പക്ഷേ നമുക്ക് വെറൈറ്റി വേണമല്ലോ. ഓക്കെ, അവനെല്ലാവരും ഒരു കിറുക്കനാണ്. ഓക്കെ, അറസ്റ്റ് മീ നൂബ് എന്നും കൂടെ എഴുതാം. ഇനി നമുക്ക് ഐ ആം ചലഞ്ചിങ് യു എന്നും കൂടെ എഴുതാം. ഐ ആം ചലഞ്ച് അയ്യോ ചപ്ലഞ്ചിങ് എന്നാ കുഴപ്പമില്ല, അവൻ ഊഹിച്ചെടുത്തോളുമായിരിക്കും. ഓക്കെ, ഇത് മതി. ഓക്കെ അങ്ങനെ നമ്മൾ ആദ്യം എണ്ണാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു പ്രഷർ പ്ലേറ്റ് വെച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ നമ്മൾ TNT ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി അവന് മനസ്സിലാകുമോ? ആ പ്രഷർ പ്ലേറ്റിൻ്റെ കളറ് എനിക്ക് കിട്ടിയ കളറെടുത്ത് ഞാൻ വെച്ചതാണ്. അതുമായിട്ട് ചേർച്ചയുള്ള ആകെ കുറച്ച് കളറുകളേ ഉള്ളായിരുന്നു. അതിൽ നിന്ന് ഞാൻ തോന്നിയൊരു കളർ എടുത്ത് വെച്ചു. ഓക്കെ, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. എന്തായാലും പറ്റുമായിരിക്കും അവനെന്തായാലും. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. ബൈ.